സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ജനങ്ങൾക്ക് ഭീഷണിയുമായി എത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന വാർത്ത. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ തട്ടിപ്പും അവരുടെ ക്രൂരമായ മുഖങ്ങളുമൊക്കെ പല വാർത്തകളിലൂടെ നമ്മൾ കാണാറുണ്ട്. പലരും ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുമുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് പറയുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു സ്ത്രീക്ക് ഭീഷണിയുമായി എത്തുന്നത്. ഇവർ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു തവണ മുടങ്ങി വെറും 725 രൂപയായിരുന്നു അത് എന്നറിയുമ്പോഴാണ് വളരെ അതിശയം നമുക്ക് തോന്നുന്നത്. അവരാദ്യമായിട്ടാണ് ആ പൈസ അടവ് മുടങ്ങുന്നത് പോലും. വെറും 725 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഭർത്താവിന് സുഖമില്ലാതെ കിടപ്പിലായപ്പോഴാണ് ആ അടവൊന്നും മുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഈ സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ കോള് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, ഈ സ്ത്രീയോട് സൂയിസൈഡ് ചെയ്യുമെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്തോ, ഇനിയും ഏജൻറ്റുമാർ വീടും വന്ന് വളരെ അഹങ്കാരത്തോടു കൂടി പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നതാണ് വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജനങ്ങൾക്ക് സംരക്ഷണവും ജീവന് സംരക്ഷണവും സ്വത്തിന് സംരക്ഷണവും നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് വളരെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന ന്യൂസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഇങ്ങനെയുള്ള മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങളെ പൂട്ടിച്ച് നാട് കടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.